ഇന്ത്യയിലെ വൈദ്യുതി വാഹന വിപണി പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ജപ്പാനിലെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ സുസുക്കി മോട്ടോഴ്സ് അടുത്ത 5 വർഷത്തിനുള്ളിൽ 70,000 കോടി രൂപ നിക്ഷേപിക്കാൻ ഒരുങ്ങിയതായി അറിയിക്കുന്നു. ഇന്ത്യയെ സുസുക്കി മോട്ടോഴ്സിന്റെ ആഗോള ഇലക്ട്രിക് വാഹന നിർമ്മാണ ഹബ്ബായി മാറ്റാൻ പദ്ധതിയുണ്ടെന്ന് മാരുതി സുസുക്കിയുടെ ചെയർമാൻ RC ഭാർഗവ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ വൈദ്യുതി വാഹന രംഗത്ത് ഇത്തരം വിപ്ലവങ്ങളിലൂടെ മാരുതി സുസുക്കി ആദ്യ ഇലക്ട്രോണിക് കാറായ ഈ വിത്താര നിർമ്മാണം ആരംഭിച്ചു. ഗുജറാത്തിലെ ഹാൻസാൽപൂർ ബച്ചാരാജിയിൽ ഫാക്ടറിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചു. കാർ വിപണിയിലെ ഉന്നത സ്ഥാനം നിലനിർത്തുകയും ഭാവിയിലെ വൈദ്യുതി വാഹനങ്ങളുടെ ഇറക്കുമതിയിൽ പ്രാധാന്യം നേടുകയും ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ വിത്താര വിപണിയിലെത്തുന്നത്. RC ഭാർഗവയുടെ വിശദീകരണ പ്രകാരം ആദ്യഘട്ടത്തിൽ ഈ വിത്താര പ്രതിവർഷം 50,000 യൂണിറ്റുകൾ ഉൽപ്പാദിക്കാൻ ലക്ഷ്യമിടുന്നു. ഭാവിയിൽ ഇത് 1,00,000ലേക്ക് ഉയർത്താനാണ് പദ്ധതിയെന്നും അദ്ദേഹം പറഞ്ഞു. ഉൽപ്പന്നങ്ങൾ പ്രധാനമായും ഇന്ത്യയിലെ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടും എന്നാൽ വിദേശ വിപണിയിലേക്ക് കയറ്റുമതി നടത്തുന്നതിനും പദ്ധതിയുണ്ട്. മാരുതി സുസുക്കിയുടെ കാറുകൾ 100-ലധികം രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യയിൽ നിന്നും കയറ്റുമതിയുള്ളത്. ഇന്ത്യയിലെ കാർ വിപണിയിൽ മാരുതി സുസുക്കി ഏകദേശം 40% വിഹിതമുണ്ട്. പുതിയ ഈ വിറ്റാറിന്റെ വിപണിയിലേക്കുള്ള പ്രവേശനം വൈദ്യുതി വാഹനങ്ങളുടെ വിപണിയിൽ ഇന്ത്യയെ മുഖ്യ കേന്ദ്രമായി മാറ്റുന്നതിന് സഹായിക്കും. ഭാരത് ഭാവിയിലെ പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുസുക്കിയുടെ നിക്ഷേപം വിപണിയിലെ മാറ്റങ്ങൾക്ക് ഒരു സൂചനമായി കണക്കാക്കപ്പെടുന്നു. സുസുക്കി മോട്ടോഴ്സ് ഇന്ത്യയെ ആഗോള വൈദ്യുതി വാഹന നിർമ്മാണത്തിന്റെ ഹബ്ബാക്കി മാറ്റാൻ സജ്ജമാണെന്ന് RC ഭാർഗവ് വ്യക്തമാക്കി. ഇന്ത്യയുടെ ശക്തമായ നിർമ്മാണ അടിസ്ഥാനവും ഉയർന്ന പ്രായോഗിക തൊഴിലാളി ശേഷിയും വിപണിയിലെ വേഗതയുള്ള വളർച്ചയും ഈ തീരുമാനത്തിന് പ്രധാന കാരണങ്ങളാണ്. പുതിയ ഫാക്ടറികൾ, സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം, സുസുക്കിയുടെ ആഗോള സപ്ലൈ ചെയിനുകൾ എന്നിവ കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി മുന്നോട്ട് പോകുന്നു. സുസുക്കി മോട്ടോഴ്സ് ഇന്ത്യയിൽ വൈദ്യുതി വാഹനങ്ങളുടെ വിപണിയെ ശക്തമാക്കുന്നതിന് വിവിധ തന്ത്രങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വിപണിയിലെ മാറ്റങ്ങൾ നിരീക്ഷിച്ച് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മോഡലുകൾ രൂപകൽപ്പന ചെയ്യുന്നു. വിപണിയിലെ പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയ ഫാക്ടറികൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. വൈദ്യുതി വാഹന വിപണി ലോകമെമ്പാടും വളർച്ചയുടെ മാർഗത്തിൽ മുന്നേറുകയാണ്. പ്രത്യേകിച്ച് ജപ്പാനിലെ വാഹന നിർമ്മാണ കമ്പനികൾക്ക് ഇന്ത്യയുടെ നിർമ്മാണ ശേഷിയും വിപണി വളർച്ചയും നിക്ഷേപ സാധ്യതകളും ഏറെ ആകർഷകമാണ്. ഈ വിട്ടാർ നിർമ്മാണ പദ്ധതി സുസുക്കി മോട്ടോഴ്സിന്റെ ആഗോള തന്ത്രത്തിൽ ഒരു പ്രധാന ഘട്ടമായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിൽ വൈദ്യുതി വാഹന വിപണിയിൽ സുസുക്കി മോട്ടോഴ്സിന്റെ പ്രവേശനം ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായി കണക്കാക്കാം. 70,000 കോടി രൂപയുടെ നിക്ഷേപം, ഈ വിട്ടാർ ഫാക്ടറിയുടെ പ്രവർത്തനം, ആഗോള വിപണിയിലേക്കുള്ള നീക്കം എന്നിവയെല്ലാം ഇന്ത്യയെ ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിന്റെ കേന്ദ്രമായി മാറ്റുന്ന ദീർഘകാല പദ്ധതിയുടെ ഭാഗമാണ്. സുസുക്കി മോട്ടോഴ്സ് ഉപഭോക്താക്കളുടെയും ആഗോള വിപണിയുടെയും പ്രതീക്ഷകൾ പാലിക്കുന്നതിനോടൊപ്പം ഇന്ത്യയുടെ കാർ വിപണിയിൽ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്.